ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ കോൺവെക്കേഷൻ സെറമോണിയാണ്, കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്തിട്ട് കുറച്ചധികം ദിവസമായി. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വളരെ വൈകിയാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, നാട്ടിൽ നിന്ന് ഇറങ്ങി നേരെ തലശ്ശേരിയിലോട്ട് പോയി. തലശ്ശേരി എത്തിയിട്ട് അവിടുന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് ട്രെയിൻ വന്നു. രാത്രിയോടെ നമ്മൾ ട്രെയിൻ കയറി. അങ്ങനെ നമ്മൾ എറണാകുളത്ത് എത്തിയപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഇരിക്കുമല്ലോ രാവിലെ ആവാൻ. അപ്പൊ നമ്മൾ ഇരുന്ന സ്ഥലമാണ് അതിനും വലിയ കോമഡി. എല്ലാവരും കയറി ഇരിക്കണം, അപ്പൊ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് കയറിയിരുന്നു. അതായിരുന്നു വിറ്റ്. കാരണം ലേഡീസിനും ബോയ്സിനും സെപ്പറേറ്റ് ആണ് അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുത്തിട്ടുള്ളത്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പുറകെ ഇവിടെ ഇങ്ങോട്ട് വന്നു. അതായത് ബോർഡ് നോക്കിയില്ല, ഇത് പുരുഷന്മാർക്ക് വേറെ ഗേൾസിന് വേറെ ഒന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് കയറിയിരുന്നു. ലാസ്റ്റ് പോലീസ് വന്നിട്ട് അങ്ങനെ ഇറക്കി വിടേണ്ടി വന്നു. കുറെ നേരം ഇരുന്നിട്ടാണ് നമ്മൾ ബോർഡ് കാണുന്നത്. പിന്നെ നോക്കിയോ വേറൊരു ചേട്ടൻ ഇതേ കണക്ക് ബോർഡ് നോക്കാണ്ട് കയറി അകത്ത് കയറിയിരുന്നായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ചേട്ടന് മാത്രം പറ്റുന്നതല്ല, ഇവിടെ കുറെ പേർക്ക് പറ്റാറുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഇപ്പം അതിനും വലിയ പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂൽപുട്ടും ബീഫാണ്. കയ്യിലോട്ട് വന്നത് അപ്പാണ് വെള്ളയപ്പാണ്, എന്തോ ഒരു സാധനമാണ്. ആ സാധനമാണ് ഇവർ കൊണ്ടുവച്ചത്. ഒന്നും പറയണ്ട, അതിനോട് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ കിട്ടിയത് എടുത്ത് ഞണ്ടിട്ട് പോവാന്നുള്ള ഒരു രീതിയിൽ ഒന്നും പറയാനൊന്നുമില്ല, തന്നത് അങ്ങോട്ട് കഴിച്ചു. അപ്പം നോക്കിയപ്പോൾ ഞങ്ങൾ കഴിച്ചതുപോലെ തന്നെ അപ്പുറം പറഞ്ഞവർക്കും അവർ ഇത് തന്നെയാണ് കൊണ്ടു കൊടുത്തത്. അപ്പൊ അവരുടെ ചെവിയുടെ പ്രശ്നമാണോ ഒന്നും അറിയില്ല. എന്തായാലും ചോദിച്ചതല്ല അവർ തന്നത്. ഒന്നും പറയേണ്ട, പൈസ കൊടുത്ത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ അവരോടും ജസ്റ്റ് സൂചിപ്പിച്ച് നമ്മൾ ഇതായിരുന്നില്ല കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പൊ അവർ സോറി കേട്ടോ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്താ ആശ്വാസം. അപ്പൊ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ കൊച്ചിയിൽ നമ്മുടെ കോൺവെക്കേഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവിടെ വന്നിരുന്നു. വലിയ ഹാളിൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഹാൾ ഫുള്ള് കുട്ടികളായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. പല ഭാഷയിലും പല സബ്ജക്റ്റിനും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് ഇടാൻ വേണ്ടി മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മിക്സാണ് ഇടിപ്പിച്ച് തന്നു. ഞാൻ ഇട്ടിട്ട് ഞാൻ എന്തെല്ലോ വകയാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഇട്ട് തന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഡ്രസ്സ് എല്ലാം ഇട്ട് നേരെ ഹാളിലോട്ട് അങ്ങോട്ട് പോയി. കുട്ടികളെല്ലാം ഇടുന്നുണ്ടായിരുന്നു. ഇനിയും വരാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ മാത്രം ഈ ആദ്യം വന്ന് നിൽക്കുന്നതായിരുന്നു തോന്നുന്നു. അങ്ങനെ നേരെ നമ്മൾ അവിടെ പോയി സീറ്റിൽ പോയി ഇരിപ്പിടത്തിൽ പോയി അങ്ങോട്ട് ഇരുന്നു. എല്ലാവരും പലരും ഇനിയും വരാനുണ്ട്. എല്ലാവരും അങ്ങോട്ട് ഇരുന്നു. ചേട്ടനതായി പറഞ്ഞിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പം പാരന്റ്സിനോടെല്ലാം എണീച്ച് പുറകിൽ പോയിരിക്കാൻ ടീച്ചേഴ്സ് പറഞ്ഞതിനെ ടീച്ചേഴ്സ് പറഞ്ഞതിനെ തുടർന്ന് ചേട്ടൻ നേരെ പുറകിൽ പോയിരുന്നു കുട്ടികളോടൊപ്പം. ഞാൻ ഏറ്റവും മുന്നിൽ തന്നെ വന്നിരുന്നു. ഈ ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇട്ട് കണ്ടിട്ട് ഒരുമാതിരി ഡ്രാക്കുളയുടെ ഒരു ഫേസ് കിട്ടായിരുന്നു എനിക്ക് ഫുള്ള് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും. അത് കഴിഞ്ഞ് ഒരു റാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി റാലിക്ക് നടക്കുകയാണ്. കുറേ കുട്ടികളുണ്ടായിരുന്നു. നമുക്ക് കണ്ണടിച്ചു പോകുന്ന അത്രയും കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഡ്രാക്കുള വേഷത്തിൽ നിന്ന് അകത്തോട്ട് തന്നെ കയറി. അകത്തോട്ട് കയറിയപ്പോഴത്തേനും ഒരു എന്താ പറയാ നമ്മളോടൊരു പ്രതിജ്ഞ അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ പ്രതിജ്ഞ പാസ്സാക്കിയതിന് ശേഷം ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ബാച്ച് നമ്മൾ നേരെ സ്റ്റേജിലോട്ട് കയറി നിന്ന്. ചിഹ്നം എടുക്കണം ഭയങ്കര കാർച്ച, അതുകൊണ്ട് സൗണ്ട് ഇതിലോട്ട് വരുന്നുണ്ട് സാറല്ല. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എല്ലാം എടുത്ത് നടുക്ക് സെന്ററിൽ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് സർട്ടിഫിക്കറ്റ് തരലാണ്. Next, I would like to request Ansha Yusdas to be on stage from Hygiene Department. അങ്ങനെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി നേരെ നമ്മൾ തിരിച്ച് കുറച്ച് ഫോട്ടോ എല്ലാം വെളിച്ച് വാരി എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഉച്ചക്കത്തെ ട്രെയിൻ കയറി വീട്ടിലോട്ട് വന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരത്തോടെ വീട്ടിലെത്തി. അപ്പൊ ബാക്കി ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.